യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാര്, ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പോരാത്തതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായി ദൈവം നമ്മെ എപ്രകാരം ചേർത്തു പിടിക്കുന്നു എന്നതിൻ്റെ ഒരു വാഗ്ദത്തമാണ്. നമ്മളൊക്കെ എപ്പോൾ ഏറ്റുചൊല്ലുന്നൊരു സങ്കീർത്തനമാണ് 91 അതിൻ്റെ 1ഉം 2ഉം. ഭയങ്കര സംരക്ഷണം തരും കേട്ടോ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു സംരക്ഷണ വലയം നമുക്ക് കിട്ടുന്നതായി തോന്നും. വചനപ്രകാരമാണ്: അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം നമുക്ക് ഒന്നോടെയും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രിയമുള്ളവർ, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും. അപ്പോൾ നമ്മൾ ദൈവം തരുന്ന ആ സംരക്ഷണത്തിൽ വസിക്കുക. വീണ്ടും സർവശക്തൻ്റെ തണലിൽ, ദൈവത്തിൻ്റെ തണലിൽ കഴിയുന്നവനും. വീണ്ടും എന്താ പറയുന്നത്? കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. എത്ര മനോഹരമാണ്! ദൈവം എനിക്ക് ആരെന്ന് പറയാം. സംരക്ഷണം തരുന്നു, കോട്ടയാകുന്നു, എല്ലാം അപ്പോൾ തന്നെ കാത്തുരക്ഷിക്കുന്നു. ഓർക്കുക പ്രിയമുള്ളവർ, ദൈവം വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ സംരക്ഷണം, സുരക്ഷിതത്വം, ഇത് ആർക്കാ കിട്ടുന്നത്? ദൈവമായി ആഴമായി ബന്ധവും അടുപ്പമുള്ള മക്കൾക്ക് കിട്ടും. അപ്പോൾ ദൈവമായിട്ട് അടുപ്പം വയ്ക്കുമ്പോഴാണ് ഈ സംരക്ഷണവും കോട്ടയൊക്കെ തരുന്നത്. ഒപ്പം പറയാണ്, ദൈവം എനിക്ക് ശാശ്വതമായ അഭയകേന്ദ്രമാണ്. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, ശാശ്വതം എന്നേക്കും നിലനിൽക്കുന്ന ഒരു അഭയ കേന്ദ്രമാണ്. വീണ്ടും പ്രിയമുള്ളവർ, മറ്റൊരു വലിയൊരു സംരക്ഷണ വലയം എന്ന് പറയുന്നത് സർവശക്തൻ്റെ തണലിൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷിയുടെ തണലിലോ അതിൻ്റെ ചിറകൻ കീഴിലോ ആയിരിക്കുന്നത്. വലിയ പക്ഷികളൊക്കെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർത്ത് വയ്ക്കുന്ന പോലെ കർത്താവ് നമ്മെ അവൻ്റെ സംരക്ഷണത്തിനായി ചേർത്ത് വയ്ക്കുന്നു, സംരക്ഷകനായി ചിത്രീകരിക്കുന്നു. അതുപോലെ സങ്കേതമാണ്, കോട്ടയാണ്. എല്ലാ തരത്തിലും എനിക്ക് സംരക്ഷണം തരുന്നു, സുരക്ഷിതത്വം തരുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും വറി ചെയ്യണ്ട. ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളോ കാണുവാൻ പോകുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഏത് തരത്തിലൊക്കെ നമ്മൾ ആരെയൊക്കെ കണ്ടാലും നമുക്ക് നമ്മുടെ ദൈവം ഈശോ സംരക്ഷണം തരും. ഓരോ ആൾക്കും നമുക്ക് ദൈവം തരുന്ന സംരക്ഷണം തകർക്കാൻ സാധിക്കില്ല. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ ദിവസം എല്ലാ തരത്തിലും ഈ സംരക്ഷണ വലയത്തിലാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും തകർക്കാൻ പറ്റാത്തൊരു സംരക്ഷണം എൻ്റെ കർത്താവ് എനിക്ക് തരും. ഇതാ, നിങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.